ഇപ്പം മറയൂരിലെത്തി. ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് പോവുക. ബോയ്സിന് ഒരു വണ്ടിയിൽ ഗേൾസിന് ഒരു. ഇപ്പം മറയൂരെത്തി. പറ്റിയതേ ഉള്ളു. സമയം എത്രയായി? സമയം ഇപ്പോൾ ഒരു 7-7:15 ഇനിയിപ്പം പോയി ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ബാക്കി എന്താണെന്ന് അറിയത്തില്ല. നേരെ ഇനി ഹോട്ടലിലോട്ട് പോവാ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു തണുപ്പുണ്ടോ? നല്ല തണുപ്പാണ്. സൈഡ് സീറ്റ് ജനൽ തുറന്നിട്ട് ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പം റിസോർട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. എല്ലാവരും ഇപ്പം ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരത്തെ റെഡി ആയിട്ട് ഇവിടെ വന്നിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ റെഡിയായി ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. ജീപ്പ് ട്രക്കിംഗ് പൊള്ളിയായിരുന്നു. ക്ലൈമാക്സ് സെറ്റായിരുന്നു. റൂം എങ്ങനെയുണ്ട്? ലക്ഷറീസ് റൂമാണ്. ശിവാഞ്ജലിയുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. 100K അടിക്കുമ്പോൾ ഗീവ് അവേ തരുന്നതായിരിക്കും. 100Kയോ? ரொம்ப ക്ഷീണിച്ചു. ഇന്നിപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ മൂന്നാർക്ക് വിടുകയാണ്. അപ്പോൾ രാത്രിയായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല. കാരണം എല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നത്തില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മളിപ്പം ഇറങ്ങും, ഫുഡ് കഴിക്കണം, എന്നിട്ട് നമ്മൾ നേരെ മൂന്നാർക്ക് വിടുകയാണ്. അപ്പോൾ നല്ലൊരു റൂമായിരുന്നു അല്ലേ പുണ്യ? അപ്പോൾ റൂം കാണിച്ചു തരാം. റൂമെല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഒരു അടിപൊളി
ബാൽക്കണി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ബാൽക്കണി കാണാനായിട്ട്. ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇവിടെ മൊത്തം മലയും കാര്യങ്ങളൊക്കെ കാണാം. രാവിലെ എനിക്ക് വരുമ്പോൾ നല്ലതായിരുന്നു. റൂമൊക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. വലിയ കട്ടില്, പിന്നെ ഒരു എക്സ്ട്രാ ബെഡൊക്കെ തന്നെ എന്തിനാണ് എന്തോ. പിന്നെ TV ഉണ്ടായിരുന്നു, വർക്കാകത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് മാത്രം കണ്ണാടി ഇല്ലായിരുന്നു, ഫ്രെയിം മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോഴും അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നല്ലതായിരുന്നു, നല്ലൊരു ഹോട്ടലായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാം ഇവിടെ സ്പെൻഡ് ചെയ്തപ്പം കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് വെക്കുകയാണ്. അധികം സാധനങ്ങളൊന്നും ഇല്ല, ഡ്രസ്സാണ് മെയിനായിട്ട്. ഇനിയിപ്പം മൂന്നാർ എന്നിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം മിക്കവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പം ചായ കുടിക്കും